കംസയാജ്ഞയാൽ ദമ്പതിമാരവർ കാരാഗൃഹത്തിൽ വാസിച്ചത്. കംസയാജ്ഞയാൽ ദമ്പതിമാരവർ കാരാഗൃഹത്തിൽ വാസിച്ചത്. ആണ്ടിലൊരിക്കൽ ഓരോ സന്താനം ദേവകിക്കു പിറന്നഹോ. ആണ്ടിലൊരിക്കൽ ഓരോ സന്താനം ദേവകിക്കു പിറന്നഹോ. സന്താനങ്ങളെ കംസനന്നേരം പതിച്ചു പ്രീതിയാടഞ്ഞഹോ. രോഹിണി നാളിൽ അർദ്ധരാത്രിയിൽ എട്ടാം സന്താനം പിറന്നുടൻ. എട്ടാം സന്താനം പിറന്ന നേരത്തെ മയങ്ങിയെല്ലാം തൽക്ഷണേ. എട്ടാം സന്താനം പിറന്ന നേരത്തെ മയങ്ങി വാസരും തൽക്ഷണേ. അമ്പാടിയിലന്ന് ശോധയ്ക്കൊരു പെൺകുഞ്ഞും പിറന്നിടിനാൻ. വാസരൊക്കെ മയങ്ങിയ നേരം വസുദേവർ ചിന്തിച്ചങ്ങുടൻ. കുഞ്ഞുങ്ങളെ തമ്മിൽ മാറ്റി വസുദേവർ കംസനെ പറ്റിച്ചിടിനാൻ. എട്ടാം സന്താനം പിറന്നെന്നറിഞ്ഞപ്പോൾ കുഞ്ഞിനെ വധിച്ചിടുവാൻ. കുഞ്ഞിനെ എടുത്ത് നിലത്തടിച്ചപ്പോൾ കരത്തിൽ നിന്നു തെറിച്ചുപോയി. 8 കരങ്ങളോടുള്ള കുഞ്ഞിനെ കണ്ടു കംസനാകാശത്ത്. നിന്നെ വധം ചെയ്യാനുള്ളവരിന് ഭൂമിയിൽ പിറന്നുണ്ടഹോ എന്നു ചൊല്ലിക്കൊണ്ടങ്ങു വാനില കുഞ്ഞു താനെ മറഞ്ഞുപോയി. ദുർഗാദേവി എന്ന നാമത്താൽ ഭൂമിയിൽ കുടികൊണ്ടവൾ ദേവകി വസുദേവപുത്രനും അമ്പാടിയിൽ വളർന്നിടിനാൻ. എട്ടാം സന്താനം ജാതനായതിൽ മോദമോടെ അന്നവർ. ബ്രാഹ്മണർക്കും നിവാസികൾക്കുമായി സമ്മാനങ്ങൾ നൽകിയിടിനാൻ. വിഷ്ണു ഭഗവാന്റെ പൂർണ്ണവതാരമായി കൃഷ്ണനെന്നുള്ള നാമത്താൽ ദ്വാപരായുഗ പ്രഭവനായിക്കൊണ്ട് ദ്വാരകാപുരെ വസിച്ചിടിൻ. ദ്വാരകാപുര പ്രഭവനായിക്കൊണ്ട് ദ്വാരകാപുരിയിൽ വാണിടിൻ. ദ്വാരകാപുരിയിൽ നാഥനായിക്കൊണ്ട് മോദമോടെ വളർന്നിടിനാൻ. പാലാഴിയിൽ വാഴും നാരായണ സ്വാമി കൃഷ്ണനെന്നുള്ള നാമത്താൽ. പാലാഴിയിൽ വാഴും നാരായണ സ്വാമി കൃഷ്ണനെന്നുള്ള നാമത്താൽ പൂർണ്ണവതാരമായി മാനവർക്കു വഴികാട്ടിയായ അവതരിച്ചഹോ. പൂർണ്ണവതാര